അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നതിന് ഉചിതമായ നിയമങ്ങൾ നാട്ടിൽ ആവശ്യമാണെങ്കിൽ അത്തരം നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുമെന്ന് മന്ത്രി പി രാജീവ് മീഡിയ വണ്ണിനോട്. ജനാധിപത്യ സംവിധാനത്തിൽ പ്രചാരണങ്ങൾ ആവശ്യമായി വരും. കോർപ്പറേഷൻ പിഴയിട്ടത് കോടതി നിർദ്ദേശപ്രകാരമാണെന്ന് മന്ത്രി പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിൽ കൊടിത്തോരണങ്ങൾ കെട്ടിയതിനെതിരായ ഹൈക്കോടതി വിമർശനത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ്. റോഡിൽ കൊടിയും തോരണങ്ങളും വെച്ചതിനെ കുറിച്ച് ഇന്നലെ വലിയ രൂക്ഷ വിമർശനമാണല്ലോ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് അതൊരു നിയമമന്ത്രി എന്ന നിലയ്ക്ക് അല്ല, ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രചരണങ്ങൾ ആവശ്യമായിട്ട് വരും. അതിപ്പോൾ അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല. എല്ലായിടത്തും എറണാകുളത്ത് തന്നെ ഇപ്പോൾ പല പരിപാടികളിലും നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര, അതുപോലെ തന്നെ മറ്റു പല പരിപാടികളെല്ലാം തന്നെ ഇതിനകത്ത് വരാറുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. എന്തായാലും ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ സംവിധാനങ്ങളാകാം, സാമൂഹിക സംഘടനകളാകാം, അവർക്കെല്ലാം തന്നെ ആശയപ്രചരണത്തിന് ഇടങ്ങളുണ്ടാകണം. അത് നിയമാനുസൃതമായിട്ടുള്ള സംവിധാനങ്ങൾ ആവശ്യമാണെങ്കിൽ അതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കും. ഇതിപ്പോൾ LDF തന്നെ ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ ഇപ്പോൾ 3.5 ലക്ഷം രൂപ പിഴയിട്ടിരിക്കുകയാണ് സംഘാടക സമിതി. അല്ല, അതെല്ലാം കോടതികളുടെ ഒരു നിർദ്ദേശം വരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു. പിന്നെ അതിനാവശ്യമായ അഭിപ്രായ സ്വാതന്ത്ര്യം ശരിയായ രൂപത്തിൽ പ്രകടിപ്പിക്കുന്നതിന് ഉചിതമായ നിയമങ്ങൾ നാട്ടിൽ ആവശ്യമാണെങ്കിൽ അത്തരം നിയമനിർമ്മാണങ്ങളെക്കുറിച്ചും സർക്കാർ ആലോചിക്കും. അതായത് ഈ കോടതിയുടെ വിധിയെ മറികടക്കാൻ പറ്റുന്ന നിയമ സംവിധാനങ്ങളെ എന്ന് ഞാൻ പറഞ്ഞില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോൾ പൊങ്കാല ഉത്സവം നടക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒന്ന് നടക്കുന്നു, അവിടെയെല്ലാം പലതരത്തിലുള്ള പ്രചാര വേലകൾ വരും. മറ്റ് ആഘോഷങ്ങൾ നടക്കുന്നു, അവിടെയും പ്രചാര വേലകൾ ആവശ്യമായിട്ട് വരും. രാഷ്ട്രീയ സംവിധാനങ്ങൾ, സാമൂഹിക സംഘടനകൾ, അവർക്കെല്ലാം വേണ്ടി വരും. അങ്ങനെ വേണ്ടി വരുമ്പോൾ നിയമാനുസൃതമായി എന്തൊക്കെ കഴിയും എന്നുള്ള കാര്യം പ്രത്യേകം തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടും ഒരു തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും പ്രകടനങ്ങളും പാടില്ല എന്ന ഒരു നിലപാട് ജനാധിപത്യ ഭരണഘടനാ സംവിധാനത്തിനകത്ത് ആലോചിക്കാൻ കഴിയില്ല. എന്നാൽ അവയെല്ലാം നിയമാനുസൃതമായിരിക്കണം. പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഉചിതമായ രൂപത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കും. നിയമമന്ത്രി കൂടിയായ പി രാജീവിന്റെ പ്രതികരണം അതാണ്. വിശദാംശങ്ങളുമായി സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, ഈ പൊതുവഴികളും ഇടങ്ങളും കയ്യേറിയുള്ള പ്രചാരണങ്ങളുടെ പരിപാടികളുടെ പേരിൽ കൂടുതൽ പടികേട്ടതും പണി കിട്ടിയതും CPM-നാണ് അടുത്ത കാലത്ത്. ഹൈക്കോടതിയിൽ നടക്കം തിരിച്ചടി നേരിട്ടൊരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ പ്രചാരണങ്ങളുടെ കാര്യത്തിൽ, കൊടിതോരണങ്ങളുടെ കാര്യത്തിൽ, ജനാധിപത്യപരമായ പരിപാടികൾ നടത്തേണ്ട കാര്യത്തിലൊക്കെ ഒരു പുതിയ നിയമനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു എന്നതിൻ്റെ എന്തെല്ലാം സൂചനകൾ ഇപ്പോൾ പി രാജീവിന്റെ പ്രതികരണത്തിലുണ്ട് സുനിൽ? ഇപ്പോൾ റോഡിൽ കൊടിതോരണങ്ങൾ കെട്ടുന്നതിനെതിരായ ഹൈക്കോടതി വിധി ലംഘിച്ചതിന്റെ പേരിൽ ഇപ്പോൾ തുടർച്ചയായി 3-ാം വട്ടമാണ് CPM പ്രതിക്കൂട്ടിലാവുന്നത്. നമുക്ക് നേരത്തെ അറിയാം, വഞ്ചൂരിൽ തിരുവനന്തപുരത്ത് ഈ റോഡ് കയ്യേറി പന്തൽ കെട്ടുകയും കൊടിതോരണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തതിന്റെ പേരിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകേണ്ട സാഹചര്യമുണ്ടായി. തൊട്ടു പിന്നാലെ കണ്ണൂരിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് MV ജയരാജനും EP ജയരാജനും അടക്കമുള്ള നേതാക്കളോട് കോടതിയെ ലക്ഷ്യം ആരോപിച്ചുകൊണ്ട് അവർക്കെതിരെ കോടതിയിൽ നടപടികൾ നടക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ കൊടിതോരണങ്ങൾ റോഡിൽ സ്ഥാപിച്ചതിനെതിരെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ് ഈ വിഷയത്തിൽ വലിയ രൂക്ഷമായ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ വാക്കാൽ പറഞ്ഞത് ഈ കൊല്ലത്തുകൂടി കണ്ണടച്ചു പോകാൻ ഹൈക്കോടതിക്ക് കഴിയില്ല എന്ന തരത്തിൽ അത്ര രൂക്ഷമായ പ്രതികരണം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ നമ്മൾ നിയമമന്ത്രി കൂടിയായ പി രാജീവുമായി സംസാരിക്കുന്നത്. എന്തായാലും ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട്, അല്ലെങ്കിൽ LDF സർക്കാരിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കുകയാണ്. ഇത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ പ്രചാരണങ്ങൾ, സമരങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടി വരും. സ്വാഭാവികമായും അതിനെതിരെ ആയിട്ടുള്ളൊരു നിലപാട് എടുക്കുന്നത് ശരിയല്ല, ഹൈക്കോടതിയുടെ നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം പ്രചരണങ്ങളൊക്കെ ആവശ്യമായി വരും. ഏത് സാഹചര്യത്തിലാണ് കോടതി കൊല്ലം സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിമർശനം നടത്തിയതെന്ന് തനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആശയ പ്രചരണത്തിന് ഇടങ്ങൾ വേണം. അതിനനുസൃതമായ നിയമ സംവിധാനങ്ങൾ ആവശ്യമാണെങ്കിൽ അതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുമെന്നാണ് നിയമമന്ത്രി പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നതിന് ഉചിതമായ നിയമങ്ങൾ നാട്ടിൽ ആവശ്യമാണ്. അത്തരം നിയമങ്ങൾ ആവശ്യമാണെങ്കിൽ അത്തരം നിയമനിർമ്മാണത്തെക്കുറിച്ച് സർക്കാരിന് ആലോചിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഹൈക്കോടതി വിധി മറികടക്കുന്നതിനായി പുതിയ നിയമനിർമ്മാണം നടത്താനാണോ ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യത്തിന് താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷേ
ഈ ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായും ഇത്തരം പ്രചരണങ്ങളൊക്കെ വേണ്ടിവരും, ആശയപ്രചരണങ്ങൾ ആവശ്യമായി വരും. അത്തരം ആശയപ്രചരണങ്ങൾക്ക് ആവശ്യമായ ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതിന് പറ്റുന്ന തരത്തിലുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച്, നിയമ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരുപക്ഷെ ഈ ഹൈക്കോടതി വിധിയെ മറികടക്കുന്നതിന്റെ ഭാഗത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്ക് പോവാനുള്ള സാധ്യത പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അതിനിടയിലാണ് ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ 3.5 ലക്ഷം രൂപ CPM-ന്റെ ഇവിടെ കൊല്ലം ജില്ലാ സെക്രട്ടറിക്ക് പിഴയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പിഴ കൊല്ലം ജില്ലാ സെക്രട്ടറി അടക്കേണ്ടിയും വരും. അതായത് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണത്. സ്വാഭാവികമായും ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാമെന്നതിനെക്കുറിച്ച് സർക്കാർ വളരെ ഗൗരവമായി തന്നെ ആലോചിക്കുന്നുവെന്നാണ് മന്ത്രി P. രാജീവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്.